ഹായ് നമസ്കാരം. എല്ലാവർക്കും LGS PQ പർവ്വത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം LGS വേരിയസ് പരീക്ഷയുടെ ഡേറ്റ് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനി പഠനങ്ങൾ ഒരു ടോപ്പിലേക്ക് പോകേണ്ട ഒരു സമയമാണ്. ഒരു 40-ൽ താഴെയുള്ള ദിവസങ്ങൾ മാത്രമാണ് ഫസ്റ്റ് സ്റ്റേജിലുള്ള എക്സാമിനുള്ളത്. ഈ 40-ൽ താഴെയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ ഉറപ്പായിട്ടും ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് ആയിട്ട് സർവീസിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. അത് യാതൊരുവിധ സംശയവുമില്ല. തീർച്ചയായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും കൃത്യമായിട്ടുള്ള ഒരു പഠന രീതി ഉണ്ടെങ്കിൽ മാത്രം മതിയാവും. അതിന് നിങ്ങളെ PQ പർവം LGS എന്ന ഈ സെഗ്മെൻറ്റ് നിങ്ങൾ ഉറപ്പായിട്ടും സഹായിക്കും. പിന്നെ LGS ജ്വാല എന്ന ഓൺലൈൻ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിലേക്കുള്ള നിങ്ങളുടെ യാത്രയെ ഏറ്റവും സഹായിക്കുന്ന ഒരു ഘടകം തന്നെയായിരിക്കും LGS ജ്വാല. നിങ്ങൾക്ക് ലക്ഷ്യയുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഈ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് കേരളത്തിൽ എവിടെയാണെങ്കിലും, കേരളത്തിലെ ഏത് ഒരു ജില്ലയിലാണെങ്കിലും ഈ ഒരു ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുക വഴി നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിലേക്ക് തീർച്ചയായിട്ടും എത്താൻ സാധിക്കും. ആ തരത്തിലാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഏറ്റവും റീസെൻ്റായി LGS പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു വിശകലനമാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ആദ്യഘട്ടത്തിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ കോഡ് 95/2024, അതായത് 29/7/2024 ജൂലൈ മാസം 29-ാം തീയതി നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ജൂലൈ ഓഗസ്റ്റ് മാസത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്ക് ചെയ്യുക വഴി ഏറ്റവും റീസെൻ്റായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാനും അതിന് അനുബന്ധങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ടും റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നോക്കാം. ഒന്നാമത്തെ ചോദ്യം അതായത് 29/7/2024 പരീക്ഷയ്ക്ക് ചോദിച്ച ഇന്ത്യ ചരിത്രം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ചരിത്ര വിഭാഗത്തിൽ ഉള്ള ചോദ്യങ്ങൾ നമുക്കറിയാം. പൊതുവിജ്ഞാനം എന്ന് പറയുന്നതിനകത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആകെ 10 മാർക്കോളം ഉണ്ട്. ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ നിന്ന് അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യയിൽ നിന്ന് 5 മാർക്കും ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൽ നിന്ന് 5 മാർക്കും, അങ്ങനെ ടോട്ടൽ 10 മാർക്കോളം ഉണ്ട്. എന്നാൽ കറണ്ട് അഫെയറിൻ്റെ ചില സെക്ഷൻസ് കൂടി ഈ ഇന്ത്യ ചരിത്രത്തിൽ ആഡ് ചെയ്ത് ചിലപ്പോൾ 11-12 മാർക്ക് വരെ ചോദിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. നിസ്സാരമായ ഒരു മാർക്കല്ല അത്. തീർച്ചയായിട്ടും ക്ലിയറായി പഠിക്കേണ്ടതായിട്ടുണ്ട്. SCRT തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ശരിയായ വിദ്യാഭ്യാസമാണ് ലഭിക്കുന്നതെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആര് പറഞ്ഞതാണ്? ഇത് പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആണ്. അതായത് ഈ ക്വസ്റ്റ്യനെ നമുക്ക് രാജാറാം മോഹൻ റോയ് എന്ന D ഓപ്ഷനിലേക്ക് നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ സോഴ്സ് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈ സോഴ്സ് കണ്ടെത്തുമ്പോൾ നമുക്ക് പലർക്കും തോന്നും, ഈ രാജാറാം മോഹൻ റോയ് എന്ന നവോത്ഥാന നായകനെക്കുറിച്ച് LGS പരീക്ഷയ്ക്ക് ചോദിക്കാറില്ലേ? തീർച്ചയായിട്ടും ചോദിക്കാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തല്ലേ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്ന് തോന്നാം. എന്നാലല്ല, നമുക്കങ്ങനെ തോന്നാമെങ്കിലും അല്ല. കാരണം നോക്കി, എൻ്റെ ഓപ്ഷൻ നോക്കിയേ. കേശവചന്ദ്രസൻ, ബാലഗംഗാധര തിലകനെ ഞാൻ നോക്കുന്നില്ല, വീരേശലിംഗം പന്തലു, ഇവരെല്ലാം ഇന്ത്യയുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനകൾ നമ്മുടെ SCRT ചാപ്റ്ററുകളിൽ നൽകിയിട്ടുണ്ട്. ഈ പ്രസ്താവനകളുടെ ബോക്സിൽ നിന്നാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ കേശവചന്ദ്രസനും വീരേശലിംഗം പന്തലും തന്നെ തന്നിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ചോദ്യം വന്നിരിക്കുന്നത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സ്കൂൾ ചാപ്റ്ററുകളുടെ ഉദ്ധരണിയിൽ നിന്നാണ്. നിരവധി ഉദ്ധരണികൾ, അതിൽ നിന്ന് നിരവധി ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഉദ്ധരണികളെക്കുറിച്ച് നമുക്ക് പഠിക്കുക വഴിയാണ് ഇതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ പഠിക്കുന്നത്. എക്സ്പ്ലനേഷൻ പഠിക്കുക വഴി കറക്റ്റ് റൂട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്നാലാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ എഴുതാൻ സാധിക്കാം. നോക്കൂ, ഇനി രാജാറാം മോഹൻ റോയ് മെയിൻ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഈ പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ രാജാറാം മോഹൻ റോയുടെ എക്സ്പ്ലനേഷൻ പഠിക്കും. നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഇതാണ്ടേ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഉദ്ധരണികൾ. ഈ ഒരു ഉദ്ധരണി 5 to 10ാം ക്ലാസ് വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് സോർട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് പല ക്വസ്റ്റ്യനും എക്സാമിന് ആൾറെഡി വന്നിട്ടുണ്ട്, പ്രീവിയസും ആണ് വന്നിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിത് പഠിച്ചേ പറ്റുള്ളൂ. ഒന്നാമത് നോക്കിയേ, ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജനത മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും. ഇത് തന്നെയായിരുന്നില്ലേ ചോദ്യം? ഇതിൻ്റെ ഉത്തരം നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? രാജാറാം മോഹൻ റോയ് ആണ് എൻ്റെ ഉത്തരം. രാജാറാം മോഹൻ റോയ് ആണ് ഉത്തരം. രണ്ടാമത് നോക്കിയേ, പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാനായിട്ട് കഴിയും. അതായത് പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ വിദ്യാഭ്യാസം നേടിയാലാണ് തങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ചൂഷണങ്ങളും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് എതിർക്കാൻ സാധിക്കുന്നത്. ഇത് പറഞ്ഞത് കേശവചന്ദ്രസൻ ആണ്. ഇത് പറഞ്ഞ ആളാരാണ്? കേശവചന്ദ്രസൻ. നമ്മുടെ ചോദ്യത്തിന്റെ ഓപ്ഷൻ നോക്കിയേ, കേശവചന്ദ്രസൻ കിടക്കുന്നുണ്ടോ? അപ്പോൾ ആ ഉദ്ധരണിയിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാവും. ഇനി അടുത്ത് നോക്കാം. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗം പന്തലുവാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞത് വീരേശലിംഗം പന്തലു ആണ്. നമ്മുടെ ഓപ്ഷൻ നോക്കാം.
ഇതാ ഓപ്ഷൻ നോക്കൂ, ഓപ്ഷനില്ലാത്ത വീരേശലിംഗത്തിന്റെ പേരില്ലേ? സോ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് നിന്നാണ്. ഇനി നമുക്ക് മറ്റുള്ള സ്കൂൾ ടെസ്റ്റിലെ ഉദ്ധരണികൾ കൂടി വായിച്ചു പഠിക്കാം. മുൻപ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് തന്നെയാണ്. മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിദ്യാഭ്യാസം സമൂഹത്തിൽ വിപ്ലവം സൃഷ്ടിക്കുന്നു. ഇത് പറഞ്ഞതാരാണ്? മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിദ്യാഭ്യാസം സമൂഹത്തിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞത് മൗലാന അബുൽ കലാം ആസാദാണ്. മൗലാന അബുൽ കലാം ആസാദ്. സോ ഇത് പറഞ്ഞത് മൗലാന അബുൽ കലാം ആസാദാണ്. വിദ്യാഭ്യാസത്തിന്റെ അന്തിമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. വിദ്യാഭ്യാസത്തിന്റെ അന്തിമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം മഹാത്മാഗാന്ധിയാണ്. ഇത് രണ്ടും മുൻവർഷ ചോദ്യങ്ങളാണ്. അതിന്റെ കാറ്റഗറി കോഡ് 2022 ചോദിച്ച ചോദ്യമാണ്, ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധിയാണ് ഇതിന്റെ ഉത്തരം. ഇത് മാത്രമല്ല, ഗാന്ധിജി വിദ്യാഭ്യാസത്തെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. മികച്ച കൈയക്ഷരമാണ് കുറ്റമറ്റ വിദ്യാഭ്യാസത്തിന്റെ അടയാളം. നല്ല കൈയക്ഷരം, മികച്ച കൈയക്ഷരമാണ് കുറ്റമറ്റ വിദ്യാഭ്യാസത്തിൻ്റെ അടയാളം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി തന്നെയാണ്. അപ്പോൾ അതും ഗാന്ധിജിയുടെ വാചകങ്ങൾ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ക്ലാസ് മുറികളിലാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇത് ആൾറെഡി LGS ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. DS കോത്താരിയാണ് എൻ്റെ ഉത്തരം. DS കോത്താരി. ഈ ദൗലത്ത് സിംഗ് കോത്താരിയെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. ഈ സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. അദ്ദേഹമാണ് ഈ 10+2+3 പാറ്റേൺ ശുപാർശ ചെയ്തത്. 10ാം ക്ലാസ് പിന്നെ 2 വർഷം, ഡിഗ്രി 3 വർഷം എന്നുള്ള ഒരു പാറ്റേൺ ശുപാർശ ചെയ്തത് കോത്താരി കമ്മീഷനാണ്. നിലവിൽ അതല്ല പാറ്റേൺ. കസ്തൂരി രംഗന്റെ ശുപാർശ പ്രകാരമുള്ള 5+3+3+4 5+3+3+4 ഈ ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ അതിനു മുമ്പ് 1964 കോത്താരി കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് 10+2+3 പാറ്റേൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദൗലത്ത് സിംഗ് കോത്താരി കമ്മീഷനെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് ഔദ്യോഗികമായിട്ട് വിളിക്കാറുമുണ്ട്. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ക്ലാസ് മുറികളിലാണെന്ന് പറഞ്ഞത് DS കോത്താരിയാണ്. അടുത്ത ചോദ്യം നോക്കിയേ. വിദ്യയും വിത്തം ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. വിത്തം എന്ന് പറഞ്ഞാൽ പണമാണ്. എഡ്യൂക്കേഷൻ മാത്രമല്ല, പണം കൂടി ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. അതായത് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഒരു സാമ്പത്തികപരമായ ഉന്നതിയെക്കുറിച്ചുകൂടെയുള്ള അവലോകനമാണ് ഇവിടെ പറയുന്നത്. ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, നമ്മുടെ ചട്ടമ്പി സ്വാമിയാണ് പറഞ്ഞത്. അപ്പോൾ വിദ്യയും വിത്തം ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. അതും അവിടെ ഓർത്തു വെക്കുക. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. ശ്രീനാരായണ ഗുരുവിൻ്റെ വാചകമാണത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. അടുത്തത് ആൾറെഡി ചോദിച്ചിട്ടുള്ളതാണ്, പലർക്കും അറിയാം. ഞങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും. അയ്യങ്കാളുടെ വാചകമാണ്. അയ്യങ്കാളുടെ വാചകമാണിത്. കൃത്യമായിട്ട് അറിയാവുന്നവരുണ്ടാവും, പക്ഷേ ഇത് പ്രീവിയസ് തന്നെയാണ്. സമ്പന്നർ പാവങ്ങളുടെ വിദ്യാഭ്യാസത്തിനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. ഇത് വളരെ ഫേമസ് ആയിട്ടൊരു കോഴ്സാണ്. ഇത് ഈ ഒരു കോഴ്സ് അല്ല, അദ്ദേഹത്തിന് മറ്റൊരു കോഴ്സ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതാണ് താഴെ നൽകിയിരിക്കുന്നത്. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം കൂടി നേടിയെങ്കിലേ മനുഷ്യന്റെ പുരോഗതി സാധ്യമാകൂ. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കണമെന്ന് പറഞ്ഞതും മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞതും നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രം നിങ്ങൾ കേട്ട് കാണും. 1905 അല്ലേ, ജനുവരി 19 അഞ്ചുതെങ്ങിൽ നിന്നിറങ്ങിയ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഈ ഒരു വാചകം പറഞ്ഞത്. അപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി. സാമൂഹികപരമായ പിന്നോക്ക അവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്നുള്ള ഒരു കോഴ്സ് ഇവിടെ നൽകിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു ഉദ്ധരണിയും വക്കം മൗലവി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ സ്കൂൾ ചാപ്റ്ററിൻ്റെ പല ഭാഗത്തുനിന്ന് ചോദിച്ച ഉദ്ധരണികൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ അനലൈസ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തു. നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ മാത്രം ഒന്നുകൂടെ ഒന്ന് പഠിക്കാം. നോക്കൂ. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജനത മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും. രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതകളും അടിച്ചമർത്തലുകളും ഒറ്റക്കെട്ടായി ചെറുക്കാൻ സാധിക്കും. കേശവചന്ദ്രസൻ. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. വീരേശലിംഗം പന്തലു. ഈ ഹിതകാരിണി സമാജവും രാജമുന്ദ്രി റീഫോം അസോസിയേഷനും ഒക്കെ രൂപീകരിച്ച വ്യക്തിയാണ് ഈ വീരേശലിംഗം പന്തലു. അദ്ദേഹമാണ് ഈ ആന്ധ്രയുടെ നവോത്ഥാന പിതാവ്. ആന്ധ്രയുടെ നവോത്ഥാന പിതാവാണ് വീരേശലിംഗം പന്തലു. ആന്ധ്രയുടെ നവോത്ഥാന പിതാവ് പോറ്റി ശ്രീരാമലു എഴുതുന്ന ഒരുപാട് പേരുണ്ട്. തെറ്റാണ്. പോറ്റി ശ്രീരാമലു ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച് മരിച്ച വ്യക്തിയാണ്. അതൊക്കെ ശരിയാ. പക്ഷേ ആന്ധ്രയുടെ നവോത്ഥാന പിതാവ് വീരേശലിംഗം പന്തലുവാണ്. ഹിതകാരിണി സമാജം രൂപീകരിച്ച വീരേശലിംഗം പന്തലുവാണ്. രാജമുന്ദ്രി
പാർലമെന്ററി റീഫോം അസോസിയേഷൻ രൂപീകരിച്ചത് വീരേശലിംഗം പന്തലുവാണ്. സോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഉദ്ധരണിയാണിത്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കൾ ആണ്. മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിദ്യാഭ്യാസം സമൂഹത്തിൽ വിപ്ലവം സൃഷ്ടിക്കും. നമ്മൾ പറഞ്ഞതാണ്, മൗലാന അബുൽ കലാം ആസാദിൻ്റെയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം തീർച്ചയായിട്ടും ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞ ഗാന്ധിജിയാണ്. ഇവിടെ നമ്മൾ വേറൊരു വാചകം കൂടി ഗാന്ധിജിയുടെ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? മികച്ച കൈയക്ഷരമാണ് കുറ്റമറ്റ വിദ്യാഭ്യാസത്തിൻ്റെ അടയാളം. ഇത് നോക്കി വെക്കണം, ഇത് +1 +1 ഗാന്ധിയൻ പഠനം ഒരു ആമുഖം എന്ന് പറഞ്ഞാൽ ഗാന്ധിയൻ പഠനം എന്ന് പറയുന്ന ഭാഗത്ത് ഗാന്ധിയുടെ രൂപാന്തര ഘട്ടം 1-ാം ഭാഗത്ത് പറഞ്ഞൊരു പോയിന്റാണിത്. അപ്പോൾ ഇത് ചിലപ്പോൾ +1 നിന്നും ചിലപ്പോൾ ചോദിച്ചേക്കാം. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. നോർമലി 10ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളിൽ നിന്നാണ് ചോദിക്കുന്നതെങ്കിൽ അപൂർവമായിട്ട് ചോദിച്ചേക്കാം. അതുകൊണ്ടാണ് ഞാൻ അതോടെ ചേർത്ത് ഇവിടെ പറഞ്ഞത്. മികച്ച കൈയക്ഷരം കുറ്റമറ്റ വിദ്യാഭ്യാസത്തിൻ്റെ അടയാളമാണെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ക്ലാസ് മുറികളിലാണ്. ദൗലത്ത് സിംഗ് കോത്താരി, DS കോത്താരിയാണ് പറഞ്ഞത്. വിദ്യ വിത്തോ ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. ചട്ടമ്പിസ്വാമിയാണ് പറഞ്ഞത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. ശ്രീനാരായണ ഗുരു. ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. അയ്യങ്കാളി. സമ്പന്നർ പാവങ്ങളുടെ വിദ്യാഭ്യാസ ചെലവ് വഹിക്കണം എന്ന് പറഞ്ഞത് വക്കം മൗലവിയാണ്. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നേടിയാലേ മനുഷ്യന്റെ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് വക്കം മൗലവിയാണ്. സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞത് വക്കം മൗലവിയാണ്. സോ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും അതിന്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതേ പരീക്ഷയിലെ തന്നെ ചോദ്യമാണ്. ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാരാണ്? സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ അസോസിയേഷന്റെ വർഷം ചോദിച്ചിട്ടുണ്ട്. 1876 ഇന്ത്യൻ അസോസിയേഷന്റെ വാർഷിക സമ്മേളന വേദി കൽക്കട്ടയാണ്. ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സുരേന്ദ്രനാഥ ബാനർജിയെ നമ്മൾ ഇന്ത്യയുടെ ദേശീയതയുടെ പിതാവ് എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയതയുടെ പിതാവ് ആരെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക് പെട്ടെന്ന് വരുന്ന പേര് രാജാറാം മോഹൻ റോയ് ആയിരിക്കും. പക്ഷേ ഒരിക്കലും അല്ല. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്, നോ പ്രോബ്ലം, അത് കറക്റ്റാണ്. പക്ഷേ ഒരിക്കലും ദേശീയതയുടെ പിതാവായിട്ട് രാജാറാം മോഹൻ റോയ് അല്ല പരിഗണിക്കുക. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം, സുരേന്ദ്രനാഥ ബാനർജിയാണ്. ദേശീയ പ്രാധാന്യമുള്ള ഇന്ത്യയിലെ ആദ്യ സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ. ഇത് 1876 സുരേന്ദ്രനാഥ ബാനർജി രൂപീകരിക്കുന്നത്. കൽക്കട്ടയിലാണ്. വാർഷിക സമ്മേളന വേദിയും കൽക്കട്ടയിൽ തന്നെയാണ്. അപ്പോൾ ബംഗാളിൽ നിന്നുള്ള ഒരു നവോത്ഥാന നായകനായിരുന്നു സുരേന്ദ്രനാഥ ബാനർജി. അപ്പോൾ അത് ഓർത്തു വെക്കണം. ഇന്ത്യ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് മേൽ പതിച്ചൊരു ഷെൽ അല്ലെങ്കിൽ ഒരു ബോംബ് എന്ന് വിളിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായൊരു മാസികയുണ്ട്. ആ മാസിക ആൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ബംഗാളി. അപ്പോൾ ബംഗാളി എന്ന മാഗസിൻ സുരേന്ദ്രനാഥ ബാനർജിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എ നേഷൻ ഇൻ മേക്കിംഗ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് എ നേഷൻ ഇൻ മേക്കിംഗ്. എ നേഷൻ ഇൻ മേക്കിംഗ്. ഇത് നോക്കൂ, നമ്മൾ പറഞ്ഞ കാര്യം. ഇന്ത്യൻ അസോസിയേഷൻ 1876 കൽക്കട്ടയിൽ സുരേന്ദ്രനാഥ ബാനർജിയാണ് രൂപീകരിക്കുന്നത്. സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവായി കരുതുന്നത്. ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് മേൽ പതിച്ചൊരു ബോംബ്, ഷെല്ല് എന്ന് പറഞ്ഞത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എ നേഷൻ ഇൻ മേക്കിംഗ്. എ നേഷൻ ഇൻ മേക്കിംഗ്. ഇങ്ങനത്തിലുള്ള പുസ്തകങ്ങളൊക്കെ നിങ്ങൾ എക്സാമിന് ശ്രദ്ധിച്ചിരിക്കണം. കാരണം സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ചോദിക്കുന്നുണ്ട്. ഉദാഹരണം, ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, രാമചന്ദ്ര ഗുഹയുടെ പുസ്തകമാണ്. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി രാമചന്ദ്ര ഗുഹയുടെ പുസ്തകമാണ്. ദ അൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പുസ്തകമാണ്. അൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പുസ്തകമാണ്. ഇയേഴ്സ് ഓഫ് പിൽഗ്രീം, തീർത്ഥാടനത്തിൻ്റെ വർഷങ്ങൾ, രാജ രാമണ്ണയുടെ പുസ്തകമാണ്. തീർത്ഥാടനത്തിൻ്റെ വർഷങ്ങൾ രാജ രാമണ്ണയുടെ പുസ്തകമാണ്. ഇന്ത്യൻ ആറ്റം ബോംബിൻ്റെ പിതാവ് അല്ലെങ്കിൽ അണുബോംബിൻ്റെ പിതാവാണ് രാജ രാമണ്ണ. എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ RC ദത്തിൻ്റെ ബുക്കാണ്. എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ RC ദത്തിൻ്റെ പുസ്തകമാണ്. സ്ഥിരമായി ചോദിക്കുന്ന പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ തീർച്ചയായിട്ടും അത് ദാദാഭായ് നവറോജിയുടെയാണ്. ദാരിദ്ര്യത്തെക്കുറിച്ചും ജയിൽ ജീവിത ചെലവിനെക്കുറിച്ചും സ്ഥിതിവിവര കണക്കുകളൊക്കെ ആദ്യം രേഖപ്പെടുത്തിയ നമ്മുടെ പൊളിറ്റിക്സിൻ്റെയും എക്കണോമിക്സിൻ്റെ ഒക്കെ പിതാവായ ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് ഞാൻ പറഞ്ഞ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ സ്ഥിരമായി ചോദിക്കാം. ചിലപ്പോൾ കുറച്ചുകൂടെ റേഞ്ചിലുള്ള പുസ്തകങ്ങൾ ചോദിക്കാം. അതായത് അൻ എലമെൻ്ററി ആസ്പെക്റ്റ് ഓഫ്
peasant insurgency, an elementary aspect of peasant insurgency. രണജിത്ത് ഗുഹയുടെ പുസ്തകമാണ്. സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ടൊരു പുസ്തകമാണ് ആൻ എലമെൻ്ററി ആസ്പെക്റ്റ് ഓഫ് പെസന്റ് ഇൻസർജൻസി. LGS ആണെങ്കിലും ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം സുരേന്ദ്രനാഥ ബാനരുടെ പുസ്തകമാണ് എ നേഷൻ ഇൻ മേക്കിംഗ്. എ നേഷൻ ഇൻ മേക്കിംഗ്. എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന് പറയുന്നത് സുരേന്ദ്രനാഥ ബാനരുടെ പുസ്തകമാണ്. എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ RC ദത്താണ്. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി രാമചന്ദ്ര ഗുഹയുടെ പുസ്തകമാണ്. ഓക്കെ, ഈ ഒരു ചോദ്യം ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറഞ്ഞ ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരെന്ന് പറയുന്ന ചോദ്യം തീർച്ചയായിട്ടും ഇന്ത്യയിലെ മതപരവുമായ അല്ലെങ്കിൽ സാമൂഹ്യപരമായ ഈ സംഘടനകൾ, അവയുടെ പങ്ക് എന്നിവയെക്കുറിച്ചാണ്. സിമ്പിളായി പറഞ്ഞാൽ സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ മതപരമായും സാമൂഹ്യപരമായിട്ടൊക്കെ ഉള്ള ഒരു മുന്നേറ്റം ഉണ്ടല്ലോ, ആ മുന്നേറ്റ ചരിത്രത്തെക്കുറിച്ച് LGSന് സ്ഥിരം ക്വസ്റ്റ്യൻ വരും. 3 വരെയുള്ള ചോദ്യങ്ങളാണ് സാധാരണ ഇതിൽ വരുന്നത്. പ്രധാനമായും സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നാണ് അത് ചോദിക്കുന്നത്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ തന്നെ 10ാം ക്ലാസ്സിൽ സംസ്കാരവും ദേശീയതയും എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആൾറെഡി ഈ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിസ്റ്റിൽ നിന്ന് സ്ഥിരമായി ചോദ്യം വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഏത് സ്റ്റേറ്റ്മെൻറ്റും എഴുതാൻ പറ്റും. അപ്പോൾ ആ ഒരു ബോക്സ് നമുക്ക് പഠിക്കണം ഇതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കാം. കൃത്യമായി കണ്ടല്ലോ, ഇതാണ് ആ ബോക്സ്. ഇത് പഠിച്ചേ പറ്റുള്ളൂ. ഇത് ഞാൻ ഈ ബോക്സ് കഴിയുമ്പോൾ ഇതെന്നല്ല, ഇതാണ്ട് ഇത് നോക്കിയേ, ഇനിയുണ്ട് ഇത് അത്രയും ബോക്സുകളുണ്ടേ. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഇത് ജസ്റ്റ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഇതിന് വീണ്ടും പഠിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. നോക്കൂ, ആര്യ സമാജം കുറേയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ദയാനന്ദ സരസ്വതി. എന്നാൽ ഇതിനകത്ത് ചേർക്കേണ്ട ഒരു കാര്യമുണ്ട്, 1875. കാരണം എന്നാൽ ഇതിനകത്ത് ചേർക്കേണ്ട ഒരു കാര്യമുണ്ട്, 1875. ആര്യസമാജം 1875 ബോംബെയിലാണ് രൂപം കൊണ്ടത്. അങ്ങനെയും ചില ചോദ്യം ചോദിക്കാം. ദയാനന്ദ സരസ്വതി, ഈ ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജം രൂപീകരിച്ചത്. 1875 ബോംബെയിലാണ്. ആര്യ സമാജത്തിൻ്റെ ലക്ഷ്യം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. വിഗ്രഹാരാധന എതിർക്കുക, ശൈശവ വിവാഹത്തെ എതിർക്കുക. നിങ്ങളൊരു പരീക്ഷയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വിഗ്രഹാരാധന എതിർക്കുക, ശൈശവ വിവാഹത്തെ എതിർക്കുക എന്ന് തന്നിട്ട് ഒരു ഹൈഫൺ തന്നിട്ട് ചേരുംപടി ചേർക്കാനായിട്ട് തരുമ്പോൾ നിങ്ങൾ അവിടെ ആര്യ സമാജം വേണം അതിനകത്ത് പോയി എഴുതാനായിട്ട്. വിഗ്രഹാരാധന എതിർക്കുക, ശൈശവ വിവാഹത്തെ എതിർക്കുക എന്ന ലക്ഷ്യം പ്രധാനമായും ആര്യ സമാജത്തിനാണ് ഉണ്ടായിരുന്നത്. ദയാനന്ദ സരസ്വതിയാണ് അത് സ്ഥാപിച്ചത്. ദയാനന്ദ സരസ്വതിയെക്കുറിച്ച് LGSന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വേദങ്ങളിലേക്ക് മടങ്ങുക. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ദയാനന്ദ സരസ്വതിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, അദ്ദേഹം മൂൽ ശങ്കർ എന്ന ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരു നേതാവാണ്. മൂൽ ശങ്കർ ഗുജറാത്തിലെ തങ്കാറയിൽ ജനിച്ച ഒരാളാണ്. മൂൽ ശങ്കർ എന്നാണ് അദ്ദേഹം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ദയാനന്ദ സരസ്വതി 1875 രൂപീകരിച്ച സംഘടനയാണ് ആര്യ സമാജം. ആര്യ സമാജത്തിൻ്റെ ഒരു ആപ്തവാക്യമുണ്ട്, നമ്മുടെ ടു മേക്ക് ദ വേൾഡ് നോബിൾ, ലോകത്തെ മഹത്വവൽക്കരിക്കുക. ലോകത്തെ മഹത്വവൽക്കരിക്കുക എന്നുള്ളതാണ് ആര്യ സമാജത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് കരുതുന്നത്. അപ്പം നമുക്ക് പറഞ്ഞ കാര്യം ഇതാണ്, 1875 ആര്യ സമാജം ബോംബെയിലാണ്. ഈ ഫാക്റ്റ് നന്നായിട്ട് ഓർക്കണം. 1875 ആര്യ സമാജം ബോംബെയിലാണ്. ദയാനന്ദ സരസ്വതിയാണ് സ്ഥാപിച്ചത്. ഈ ആര്യ സമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ദയാനന്ദ സരസ്വതി തന്നെ എഴുതിയത്. എക്സ്പോസിഷൻ ഓഫ് ട്രൂത്ത് അല്ലെങ്കിൽ സത്യാർത്ഥ പ്രകാശം, ആര്യ സമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് സത്യാർത്ഥ പ്രകാശം. ഈ ദയാനന്ദ സരസ്വതി എഴുതിയത്. മനസ്സിലായില്ലേ? അപ്പോൾ ആര്യ സമാജത്തിൻ്റെ ലക്ഷ്യം എന്ത് എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അത് തലച്ചോറ് വെച്ചിരിക്കുക, എല്ലായ്പ്പോഴും വെക്കുക. വിഗ്രഹാരാധന എതിർക്കുക, ശൈശവ വിവാഹത്തെ എതിർക്കുക. ആര്യ സമാജത്തിൻ്റെ ലക്ഷ്യം എന്താണ്? വിഗ്രഹാരാധന എതിർക്കുക, ശൈശവ വിവാഹത്തെ എതിർക്കുക. രൂപം കൊണ്ട വർഷം ഏതാ? 1875. എവിടെ രൂപം കൊണ്ടേ? ബോംബെയിലാണ് രൂപം കൊണ്ടത്. ഓക്കെ, അടുത്ത നോക്കിയേ, രാമകൃഷ്ണ മിഷൻ 1897 ബേലൂർ ആസ്ഥാനമായിട്ടാണ് 1897 ബേലൂർ ആസ്ഥാനമായിട്ടാണ് രാമകൃഷ്ണ മിഷൻ രൂപീകരിക്കുന്നത്. സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ രൂപീകരിച്ചത്. ഓക്കെ, ജാതി വ്യവസ്ഥയും മറ്റു സാമൂഹ്യ അനാചാരങ്ങളെ എതിർക്കുക, സമത്വം, സ്വാതന്ത്ര്യം, സ്വതന്ത്ര ചിന്തയെ പ്രോത്സാഹിപ്പിക്കുക. ഈ ഒരു ലക്ഷ്യമായിരുന്നു ഇവിടെ രാമകൃഷ്ണ മിഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ രാമകൃഷ്ണ മിഷൻ 1897 ആസ്ഥാനം ബേലൂർ എന്ന് പറയുമ്പോൾ പശ്ചിമ ബംഗാളിൽ തന്നെയാണ്, കൽക്കട്ടയ്ക്ക് അടുത്താണ്. അപ്പോൾ ആസ്ഥാനം ബേലൂറാണ്. ബേലൂർ എന്ന് പറയുമ്പോൾ പശ്ചിമ ബംഗാളിൽ തന്നെയാണ്, അല്ലെങ്കിൽ കൽക്കട്ടയിൽ തന്നെയാണ്. അപ്പോൾ ബേലൂർ ആണ് ആസ്ഥാനം. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ
ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥ എതിർക്കുക, അനാചാരങ്ങളെ എതിർക്കുക, സമത്വം, സ്വാതന്ത്ര്യം, സ്വതന്ത്ര ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുക. ക്ലിയറായി മനസ്സിലായല്ലോ? നോക്കൂ, അടുത്തത് അലിഗഡ് പ്രസ്ഥാനമാണ്. അലിഗഡ് പ്രസ്ഥാനം ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, നിങ്ങളെ പേര് ഓർത്ത് വെച്ചിരുന്നാൽ മതി. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് പ്രസ്ഥാനം രൂപീകരിച്ചത്. ഈ മുസ്ലിമുകളുടെ നവോത്ഥാനവും മുസ്ലിം മുന്നേറ്റവും വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായുള്ള മുന്നേറ്റത്തെയാണ് അലിഗഡ് പ്രസ്ഥാനം വഹിക്കുന്ന പങ്ക് എന്നുള്ളത്. അപ്പോൾ അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് തരാം. ഒന്നെങ്കിൽ തെറ്റായ ജോഡി എന്നായിരിക്കും ക്വസ്റ്റ്യൻ, അതല്ലെങ്കിൽ സർ സയ്യിദ് അഹമ്മദ് ഖാന് പകരം ഹസ്രത് മൊഹാനിയോ മുഹമ്മദ് അലി ജിന്നിയോ ഒക്കെ പോലുള്ള വ്യക്തികൾ തരാം. അപ്പോൾ അലിഗഡ് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ലക്ഷ്യം നമ്മുടെ മനസ്സിലോട്ട് വരണം. ഇന്ത്യയിലെ മുസ്ലിമുകളുടെ സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ പുരോഗതി, അത് ആൾറെഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതാണ്ട് ഇന്ത്യയിലെ മുസ്ലിമുകളുടെ സാമൂഹ്യ വിദ്യാഭ്യാസപരമായ പുരോഗതി സിമ്പിളാണ്. പ്രാർത്ഥനാ സമാജം 1867 ബോംബെയിലാണ് രൂപം കൊണ്ടിട്ടുള്ളത്. ബോംബെയിൽ, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രാർത്ഥനാ സമാജം എവിടെയാണ് രൂപം കൊണ്ടത്? ബോംബെയിലാണ് രൂപം കൊണ്ടത്. 1867 ബോംബെയിലാണ് പ്രാർത്ഥനാ സമാജം രൂപം കൊണ്ടത്. ഇതിൻ്റെ ലക്ഷ്യം LGSനും LDക്കും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് പ്രാർത്ഥനാ സമാജത്തിൻ്റെ ലക്ഷ്യം? പ്രാർത്ഥനാ സമാജത്തിൻ്റെ ലക്ഷ്യം എന്ത് എന്ന് ചോദിച്ചാൽ, മിശ്രഭോജനം, മിശ്രവിവാഹം എന്നിവയെ പരിപോഷിപ്പിക്കുക ഞാൻ ഈ പറഞ്ഞ വാചകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിശ്രഭോജനം, മിശ്രവിവാഹം എന്നിവയെ പരിപോഷിപ്പിക്കുക. മിശ്രഭോജനം, മിശ്രവിവാഹം എന്നിവയെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനാ സമാജത്തിന്റെ ലക്ഷ്യം. ആത്മറാം പാണ്ഡുരംഗ് ആണ് പ്രാർത്ഥനാ സമാജം രൂപീകരിച്ചത്. പ്രാർത്ഥനാ സമാജം 1867 ബോംബെയിലാണ് രൂപം കൊണ്ടത്. ആത്മറാം പാണ്ഡുരംഗാണ് സ്ഥാപിച്ചത്. അതിൻ്റെ ലക്ഷ്യം വളരെ 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 ഇമ്പോർട്ടൻ്റാണ്. ലക്ഷ്യം വളരെ ഇമ്പോർട്ടൻ്റാണ്. നോക്കിയേ, മിശ്രഭോജനം, മിശ്രവിവാഹം എന്നിവയെ പരിപോഷിപ്പിക്കുക. മാത്രമല്ല വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും പുരോഗതി, ഇവയൊക്കെ പ്രാർത്ഥനാ സമാജത്തിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ പ്രാർത്ഥനാ സമാജം 1867 പ്രാർത്ഥനാ സമാജം 1867 പ്രാർത്ഥനാ സമാജം എവിടെയാണ് രൂപം കൊണ്ടത്? പ്രാർത്ഥനാ സമാജം രൂപം കൊണ്ടത് ബോംബെയിലാണ്. എങ്കിൽ ബേലൂരിൽ എന്താണ് രൂപം കൊണ്ടതെന്ന് ഓർമ്മയുണ്ടോ? ബേലൂരിൽ രൂപം കൊണ്ട് എന്തായിരുന്നു? രാമകൃഷ്ണ മിഷനാണ്. ഓക്കെ, അപ്പോൾ 1875 ബോംബെയിൽ ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ച ഒരു സംഘടന ഏതാണ്? അത് ആര്യ സമാജമാണ്. ഓക്കെ, നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥനാ സമാജത്തിൻ്റെ ലക്ഷ്യമാണ് മിശ്രവിവാഹം, മിശ്രഭോജനം എന്നിവയെ പരിപോഷിപ്പിക്കുക. അതുപോലെ തന്നെ വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും സാമൂഹ്യ പുരോഗതി. വിധവാ പുനർവിവാഹം എന്ന് പറയുമ്പോൾ വിധവാ പുനർവിവാഹ നിയമം എന്നുകൂടെ നമ്മൾ അറിയണം. വിധവാ പുനർവിവാഹ നിയമം പ്രോത്സാഹിപ്പിച്ചു. വിധവാ പുനർവിവാഹ നിയമം അതിനു മുമ്പ്, ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പും വിധവാ പുനർവിവാഹ നിയമം പാസ്സാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും സാമൂഹ്യപരമായിട്ട് ജനങ്ങൾ അതിനെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്തില്ല. അത് ജാതിപരവും മറ്റ് ഘടകങ്ങൾ കൊണ്ട് തന്നെ അതിനെ മോശമായിട്ടാണ് കരുതിയിരുന്നത്. സോ അതിനെതിരെയും പ്രാർത്ഥനാ സമാജം പ്രവർത്തിച്ചിട്ടുണ്ട്. വിധവാ പുനർവിവാഹം 1856 ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ബ്രിട്ടീഷുകാർ വിധവാ പുനർവിവാഹ നിയമം പാസ്സാക്കുന്നത്. 1856 ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് വിധവാ പുനർവിവാഹ നിയമം പാസ്സാക്കുന്നത്. എന്നിരുന്നാലും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെയധികം ആ ഒരു രീതിയിൽ ഒരു മാറ്റം ഉണ്ടായില്ല. ആ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു സംഘടനയാണ് തീർച്ചയായിട്ടും പ്രാർത്ഥനാ സമാജം. 1867 ബോംബെയിലാണ്. ഇവിടെ ഓർക്കേണ്ട വേറൊരു പേരും കൂടെയുണ്ട്. ബോംബെ എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു പേരും കൂടെയുണ്ട്, അതൊരിക്കലും മറക്കരുത്. പണ്ഡിത രമാഭായ്. കാരണം വിധവ പുനർവിവാഹത്തിനും വിധവാ വിദ്യാഭ്യാസത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. വിധവാ വിദ്യാഭ്യാസം, വിധവാ പുനർവിവാഹം എന്നിവ ലക്ഷ്യമാക്കി ബോംബെയിൽ പ്രവർത്തിച്ച ഒരു സംഘടനയാണ് ശാരദാ സദൻ. ശാരദാ സദൻ രൂപീകരിച്ചത് പണ്ഡിത രമാഭായ് ആണ്. വിസ്മരിക്കരുത്, ചരിത്രത്തിൽ ഒരിക്കലും വിസ്മരിക്കരുത് ആ പേര്. നിങ്ങളുടെ പരീക്ഷയ്ക്കും ചോദിക്കപ്പെടും. ശാരദാ സദൻ, അത് നമുക്കിവിടെ എഴുതാം. അത് ഈ ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിലില്ല. ശാരദാ സദൻ, പണ്ഡിത രമാഭായ്. പണ്ഡിത രമാഭായ്. LGS പരീക്ഷയ്ക്ക് ആര്യ മഹിളാ സഭ 2023 ചോദിച്ചിട്ടുണ്ട്. സെയിം ഉത്തരം തന്നെ എഴുതിയാൽ മതി, പണ്ഡിത രമാഭായ്. അതായത് തലച്ചോറിൽ വെക്കുക, ആര്യ മഹിളാ സഭയും
ശാരദാ സദൻ രൂപീകരിച്ചത് പണ്ഡിത രമാഭായി ആണ്. ആര്യ മഹിളാ സഭയും ശാരദാ സദൻ രൂപീകരിച്ചതും പണ്ഡിത രമാഭായി ആണ്. ഓക്കെ, ഒന്ന് ഓർത്ത് പറഞ്ഞു നോക്കി ഏതൊക്കെയാ? ആര്യ മഹിളാ സഭയും ശാരദാ സദൻ രൂപീകരിച്ചത് പണ്ഡിത രമാഭായി ആണ്. ഇത് എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ബോക്സ്, തിയോസഫിക്കൽ സൊസൈറ്റി വളരെ ഫേമസ് ആണ് അല്ലേ? തിയോസഫിക്കൽ സൊസൈറ്റി യഥാർത്ഥത്തിൽ 1875 ബ്ലാവഡ്സ്കിയും കേണൽ ഓൾക്കോൾട്ടും ചേർന്ന് ബ്ലാവഡ്സ്കിയും ഓൾക്കോൾട്ടും ചേർന്ന് ന്യൂയോർക്കിലാണ് രൂപീകരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ടെക്സ്റ്റിൽ അത് ആനി ബെസന്റ് എന്നാണ് പറയുന്നത്. നോക്കൂ, ആനി ബെസന്റ് എന്നാണ് പറയുന്നത്. കാരണം തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രചരണാർത്ഥമാണ് ആനി ബെസന്റ് ഇന്ത്യയിൽ വരുന്നത്. ഇവിടെ ഈ ചോദ്യം ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റി എന്ന അർത്ഥത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആനി ബെസന്റ് ആണ്. ആനി ബെസന്റ് ഇന്ത്യൻ പൗരത്വം നേടിയ വർഷം 1893 എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെച്ചോളൂ, സ്കൂൾ ടെസ്റ്റിലുണ്ട് അത്. അപ്പോൾ അത് ചിലപ്പോൾ ചോദ്യമായിട്ട് വന്നാൽ, സ്റ്റേറ്റ്മെൻറ്റിൽ വന്നാൽ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് ഓർക്കാൻ സാധിക്കില്ല, നമ്മളത് മറക്കും. അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. ആനി ബെസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷമേത്? 1893 ആനി ബെസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷം 1893 ഓർത്തു വെക്കുക, തലച്ചോറിൽ വെച്ചിരിക്കുക, മനസ്സിൽ വെച്ചിരിക്കുക. ഇനി ഹിന്ദുമതത്തിൻ്റെ പുനരുദ്ധാരണമാണ് തിയോസഫിക്കൽ സൊസൈറ്റി ലക്ഷ്യം വെക്കുന്നത്. നമുക്കവിടെ ക്വസ്റ്റ്യനകത്തുണ്ട്. ഹിന്ദുമതത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ട സംഘടനയാണ് തിയോസഫിക്കൽ സൊസൈറ്റി. ഹിതകാരിണി സമാജം 1906 ആന്ധ്രാപ്രദേശിൽ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആ പേരല്ലേ, വീരേശലിംഗം പന്തലു. 1906 ഹിതകാരിണി സമാജം രൂപീകരിച്ചത് വീരേശലിംഗം പന്തലു ആണ്. വിധവകളുടെയൊക്കെ പുനർവിവാഹം, അപ്പോൾ ഇതിനൊക്കെ ഏകദേശം ചിലതിനൊക്കെ കോമൺ സ്വഭാവമുണ്ട്. വിധവകളുടെ പുനർവിവാഹവും വിധവാ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സംഘടനയാണ് ഹിതകാരിണി സമാജം. ഒന്ന് പറഞ്ഞേ എന്തൊക്കെയാ, പറഞ്ഞു നോക്കിയേ. വിധവകളുടെ പുനർവിവാഹവും വിധവാ വിദ്യാഭ്യാസവും. ഓക്കെ, ഒന്നുകൂടെ പറ. വിധവകളുടെ പുനർവിവാഹവും വിധവാ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സംഘടനയാണ് ഹിതകാരിണി സമാജം. അത് വീരേശലിംഗം പന്തലുവാണ്. ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. വീരേശലിംഗം പന്തലുവിൻ്റെ ഹിതകാരിണി സമാജം 1906 നമ്മൾ നേരത്തെ പറഞ്ഞു വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗം പന്തലുവാണ്. ആന്ധ്രയുടെ നവോത്ഥാന പിതാവാണ് വീരേശലിംഗം പന്തലു. രാജമുന്ദ്രി റീഫോം അസോസിയേഷൻ കൂടി സ്ഥാപിച്ച ആളാണ് വീരേശലിംഗം പന്തലു. പ്രധാനപ്പെട്ട ചോദ്യം, സത്യശോധക സമാജം 1873 സത്യശോധക സമാജം പൂനെയിൽ സ്ഥാപിച്ചത് ജ്യോതിറാവു ഫൂലെയാണ്. അതിൻ്റെ ലക്ഷ്യം പരമപ്രധാനമാണ്. സാമൂഹിക ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർക്കുക, പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാലയ രൂപീകരണം, ഇവ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് സത്യശോധക സമാജം പ്രവർത്തനം ആരംഭിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണത്. സാമൂഹിക ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർക്കുക, പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാലയ രൂപീകരണം. 1873 സത്യശോധക സമാജം. ജ്യോതിബാ ഫൂലെ ആണ് ആരംഭിച്ചത്. മഹാത്മാ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ജ്യോതിബാ ഫൂലെ. മഹാത്മാ അംബേദ്കറിന്റെ രാഷ്ട്രീയ ഗുരുവാണ് ജ്യോതിബാ ഫൂലെ എന്നും അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെ എതിർത്തു. ഇതൊക്കെ നോക്കി വെക്കണം. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർക്കുന്നു. പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാലയങ്ങളൊക്കെ ആരംഭിച്ച വ്യക്തിയാണ് ജ്യോതിറാവ് ഫൂലെ. അങ്ങനെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വിദ്യാലയം ആരംഭിച്ചു എന്ന് പറയുമ്പോൾ ഒരിക്കലും മറക്കരുതാത്തൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സ്കൂൾ 1848 പൂനെയിൽ സ്ഥാപിച്ചത് ജ്യോതിറാവു ഫൂലെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സാവിത്രി ഫൂലെയും ചേർന്നാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ സ്കൂൾ, ഞാൻ പറഞ്ഞ സ്കൂൾ എന്നാണ്, വനിതാ യൂണിവേഴ്സിറ്റി എന്നല്ല. വനിതാ യൂണിവേഴ്സിറ്റി DK കാർവെയാണ് പൂനെയിൽ. വനിതാ യൂണിവേഴ്സിറ്റി DK കാർവെയാണ് പൂനെയിൽ തന്നെ. പക്ഷേ ഇവിടെ പറഞ്ഞത് വനിതാ സ്കൂൾ എന്നാണ്. വനിതാ സ്കൂൾ 1848 വനിതാ യൂണിവേഴ്സിറ്റി 1916 അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്കൂൾ സ്ഥാപിച്ചത് 1848 വർഷം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ജ്യോതിറാവ് ഫൂലെയും സാവിത്രി ഫൂലെയും ചേർന്നാണ്. അപ്പോൾ 1848 വനിതാ കോളേജ് തൊട്ടടുത്ത വർഷമാണ് 49. അതിൻ്റെ പേരാണ് ബെദൂൺ ഡ്രിങ്ക് വാട്ടർ ബെദൂൺ എന്ന് പറയുന്ന ആളാണ് സ്ഥാപിച്ചത്. അതിന് പിന്നിൽ ഒരു ഇന്ത്യക്കാരനുണ്ടായിരുന്നു കേട്ടോ.
ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ ശ്രമഫലമായിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് സ്ഥാപിക്കുന്നത്. കോളേജിന്റെ പേരാണ് ബെദൂൺ കോളേജ്. ബെദൂൺ എന്നാണ് പേര്. വനിതാ യൂണിവേഴ്സിറ്റി 1916 അത് പൂനെയിലാണ്. അതിന്റെ പേരാണ് SNDT, ശ്രീമതി നാദിഭായ് ദാമോദർ താക്കർസി. ഇത് പറഞ്ഞത് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് ഇതുകൂടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ആദ്യ വനിതാ സ്കൂൾ 1848 അത് പൂനെയിലാണ്. ജ്യോതിറാവ് ഫൂലെയും സാവിത്രി ഫൂലെയുമാണ്. ആദ്യ വനിതാ കോളേജ് ബെദൂൺ 1849 കൽക്കട്ട. ആദ്യ വനിതാ യൂണിവേഴ്സിറ്റി 1916. ആദ്യ വനിതാ യൂണിവേഴ്സിറ്റി രൂപം കൊണ്ടത് പൂനെയിലാണ്. ആദ്യ വനിതാ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് DK കാർവേ ആണ്. ഓക്കെ. 1925 EV രാമസ്വാമി നായ്ക്കർ, കേട്ട് കാണും, വൈക്കം ഹീറോ പെരിയോർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കർ രൂപീകരിച്ചാണ് സ്വാഭിമാന പ്രസ്ഥാനം. ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർക്കുക, ജാതി വ്യവസ്ഥയെ എതിർക്കുക, ഈ ലക്ഷ്യത്തോടു കൂടിയാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അപ്പോൾ 1925 സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തിയാണ് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം ഹീറോ പെരിയോർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കർ. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർക്കുക, ജാതി വ്യവസ്ഥയെ എതിർക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥാപനമാണല്ലോ SNDP, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. SNDP 1903 ആണ് രൂപം കൊണ്ടത്. ആ SNDPയുടെ ലക്ഷ്യം തീർച്ചയായും ജാതി വ്യവസ്ഥയും ദുരാചാരങ്ങളെ എതിർക്കുക എന്നുള്ളതാണ്. പിന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാലയപരമായ സാമൂഹ്യപരമായ പുരോഗതിയും ലക്ഷ്യമാക്കുന്നുണ്ട്. നോക്കുക, ജാതി വ്യവസ്ഥയും ദുരാചാരങ്ങളെ എതിർക്കുക, പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസപരമായ പുരോഗതി SNDP ലക്ഷ്യമിടുന്നുണ്ട്. നമ്മുടെ ഇത് ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റിൻ്റെ ഒരു സ്കൂൾ ടെക്സ്റ്റിലെ ബോക്സാണ്. ഈ ബോക്സിൽ നിന്നും ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷനിൽ നിന്നും പല കുറി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് പ്രസ്താവനയിലും അല്ലാതെയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോട്ട് തയ്യാറാക്കി എടുക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അല്ലെങ്കിൽ ആ മനസ്സിലാക്കി നിങ്ങളത് തലച്ചോറ് വെക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. നമുക്ക് ഓട്ടിച്ചൊന്ന് നോക്കാം. ആര്യസമാജം, ദയാനന്ദ സരസ്വതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലക്ഷ്യം താഴെക്കെടുത്തുന്ന ആശയങ്ങൾ ഞാൻ വരച്ചിട്ടിരിക്കുകയാണ്. വിഗ്രഹാരാധന, ശൈശവിവാഹം എന്നിവ എതിർക്കുക. ഓർത്തു വെക്കുക കേട്ടോ. രാമകൃഷ്ണ മിഷൻ, സ്വാമി വിവേകാനന്ദൻ, ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർക്കുക. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിക്കുക. അലിഗഡ് പ്രസ്ഥാനം, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, ഇന്ത്യയിലെ മുസ്ലിമുകളുടെ സാമൂഹ്യപരവും വിദ്യാഭ്യാസപരവുമായ പുരോഗതി. പ്രാർത്ഥനാ സമാജം, ആത്മറാം പാണ്ഡുരംഗ്, മിശ്ര ഭോജനം, മിശ്ര വിവാഹം എന്നിവയെ പരിപോഷിപ്പിക്കുക. സ്ത്രീകളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും ഉന്നമനം. തിയോസഫിക്കൽ സൊസൈറ്റി, ആനി ബസന്റ്, ഹിന്ദു മതത്തിൻ്റെ പുനരുദ്ധാരണത്തിന് നിലവിൽ കൊണ്ടു. ഹിതകാരിണി സമാജം, വീരേശലിംഗം പന്തലു വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചരണങ്ങൾ നടത്തി. സത്യശോധക സമാജം 1873 ജ്യോതിറാവ് ഫൂലെ. നമുക്കറിയാം, ആ പുരോഹിത മേധാവിത്വത്തെ എതിർത്തു, സാമൂഹ്യ ദുരാചാരങ്ങളെ എതിർത്തു, അല്ലേ? ദുരാചാരങ്ങളെയും പുരോഹിത മേധാവികളെ എതിർത്തു. പിന്നോക്ക വിഭാഗങ്ങൾക്ക് വിദ്യാലയങ്ങളുടെ രൂപീകരണം. സ്വാഭിമാന പ്രസ്ഥാനം, EV രാമസ്വാമി നായ്ക്കർ ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തു, ജാതി വ്യവസ്ഥയെ എതിർത്തു. ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം, ശ്രീനാരായണ ഗുരുവാണ് സ്ഥാപിച്ചത്. 1903 സ്ഥാപിച്ചത്. ജാതി വ്യവസ്ഥയും ദുരാചാരങ്ങളെ എതിർക്കുന്നതോടൊപ്പം തന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസപരവും സാമൂഹ്യപരവുമായ പുരോഗതി ലക്ഷ്യം കണ്ട സ്ഥാപനമാണ് SNDP. ഇതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലാദ്യത്തെ വനിതാ സ്കൂൾ 1848 ജ്യോതിറാവ് ഫൂലെയും സാവിത്രി ഫൂലെയുമാണ്. ആദ്യ വനിതാ കോളേജ് 1849 ആദ്യ വനിതാ കോളേജ് ബെദൂൺ, കൽക്കട്ട, ഡ്രിങ്ക് വാട്ടർ ബെദൂൺ സ്ഥാപിച്ചെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈശ്വരേന്ദ്ര വിദ്യാസാഗറാണ്. 1916 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി രൂപം കൊള്ളുന്നത്. ഇന്ത്യയിലെ ആദ്യ വനിതാ യൂണിവേഴ്സിറ്റിയുടെ പേര് SNDT എന്നാണ്. ശ്രീമതി നാദിഭായ് ദാമോദർ താക്കർസ്. ഇത് രൂപം കൊടുത്തത് പൂനെയിലാണ്. DK കാർവേ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനാണ് DK കാർവേ. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു.